അതെ, ഏപ്രിലിൽ തമിഴ് ബോക്സ് ഓഫീസിൽ പരസ്പരം ഏറ്റുമുട്ടാനൊരുങ്ങി 2 സൂപ്പർ താരങ്ങൾ. നടൻ അജിത് കുമാറും ധനുഷുമാണ് ഒരേ ദിവസം തങ്ങളുടെ സിനിമയുമായി എത്താനൊരുങ്ങുന്നത്. അജിത് നായകനായ ഗുഡ് ബാഡി അഗ്ലിയും ധനുഷ് സംവിധാനം ചെയ്യുന്ന പ്രധാന വേഷത്തിലെത്തുന്ന ഇഡലിക്കടയും ഏപ്രിൽ 10-ന് തിയേറ്ററിലെത്തും. 2 സിനിമകളുടെയും നിർമ്മാതാക്കൾ റിലീസ് തീയതി ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട്. ധനുഷ് സംവിധാനം ചെയ്യുന്ന ഇഡലിക്കടയിൽ അരുൺ വിജയും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ചിത്രത്തിലെ നടന്റെ ക്യാരക്ടർ പോസ്റ്റർ ഇന്നലെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. ഒരു ബോക്സിംഗ് പശ്ചാത്തലത്തിലാണ് അരുൺ വിജയുടെ കഥാപാത്രമെന്നാണ് പോസ്റ്റർ നൽകുന്ന സൂചന. പോസ്റ്ററിനൊപ്പം ധനുഷിനെയും കാണാനാകും. തിരുച്ചിറ്റമ്പലത്തിന് ശേഷം ധനുഷും നിത്യ മേനോനും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. ധനുഷിന്റെ കരിയറിലെ 52ാമത്തെ ചിത്രവും 4ാമത്തെ സംവിധാനവും ഇഡലിക്കടൈ. പാപ്പാണ്ടി രായൻ, നിലാവ് എൻ മേൽ എന്നടി കോപം എന്നീ ചിത്രങ്ങളാണ് നേരത്തെ ധനുഷ് സംവിധാനം ചെയ്തത്. ഇത് നിലാവ് എൻ മേൽ എന്നടി കോപം എന്ന ചിത്രം വൈകാതെ തിയേറ്ററിലെത്തും. ഡൗൺ പിക്ചേഴ്സിന്റെ ബാനറിൽ ആകാശ് ഭാസ്കറിനും ധനുഷും ചേർന്നാണ് ഇഡലിക്കട നിർമ്മിക്കുന്നത്. ഡൗൺ പിക്ചേഴ്സിന്റെ ആദ്യ നിർമ്മാണ സംരംഭം കൂടിയാണ് ചിത്രം. ജി.വി. പ്രകാശ് കുമാറാണ് സംഗീതം. ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന അജിത് നായകനാകുന്ന ഗാങ്സ്റ്റർ ചിത്രമാണ് ഗുഡ് ബാഡി അഗ്ലി. അജിത് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണിത്. ചിത്രം ഉറപ്പായും തിയേറ്ററിൽ വലിയ തരംഗം തീർക്കുമെന്ന് വളരെ കാലത്തിന് ശേഷം അജിത് ആരാധകർ ആഘോഷിക്കാനുള്ള വക സിനിമ നൽകുമെന്ന് പലരും കുറിക്കുന്നു. 3 ലുക്കിലാണ് അജിത് സിനിമയിലെത്തുന്നത്. ഇത് മൂന്നും ഇപ്പോൾ തന്നെ ട്രെൻഡിംഗ് ആയി കഴിഞ്ഞു. മാർക്ക് ആന്റണിയുടെ വിജയത്തിന് ശേഷം ആദിക് രവിചന്ദ്രൻ സംവിധാനത്തിൽ എത്തുന്ന ചിത്രമാണിത്. ഛായാഗ്രഹണം നടത്തുന്നത് അഭിനന്ദൻ രാമാനുജൻ. ജി.വി. പ്രകാശ് കുമാർ തന്നെയാണ് ഈ പടത്തിനും സംഗീത സംവിധാനം. സുനിൽ, പ്രസന്ന, തൃഷ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ.